നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഗ്രീഷ്മയ്ക്ക് ലഭിക്കണമെന്ന് ഷാരോണിന്റെ മാതാപിതാക്കൾ. മകന്റെ വേർപാടിന് ശേഷം ഇന്നും ഈ കുടുംബത്തിന് കണ്ണീർ തോർന്നിട്ടില്ല. മകനെ ചതിച്ചു കൊലപ്പെടുത്തിയത് തന്നെയെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഒരാളെ ആത്മാർത്ഥമായി പ്രണയിക്കുക, അന്ധമായി വിശ്വസിക്കുക. ഷാരോൺ എന്ന ചെറുപ്പക്കാരന് എവിടെയാണ് പിഴച്ചത്? ഷാരോണിന്റെ മരണശേഷം ഗ്രീഷ്മയുടെ പ്രതികരണങ്ങളിൽ പോലും ദുഃഖത്തിന്റെ ഒരു ചലനവും ഉണ്ടായിരുന്നില്ല. നാളെ കേസിൽ വിധി വരാനിരിക്കെ നമുക്കൊപ്പം ചേരുന്നത് ഷാരോണിന്റെ മാതാപിതാക്കളാണ്. ഏത് തരത്തിലുള്ള ഒരു വിധിയാണ് പ്രതീക്ഷിക്കുന്നത്? നമുക്ക് കേസ് നല്ല ശിക്ഷ കിട്ടും, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഏറ്റവും എന്തൊക്കെ ശിക്ഷ കിട്ടാൻ ഇന്ത്യൻ നിയമം അനുസരിച്ച് എന്ത് ലാസ്റ്റായിട്ട് കിട്ടണോ അത് കിട്ടും എന്നുള്ള ഞങ്ങൾ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഷാരോൺ, ഈ സ്നേഹബന്ധത്തെക്കുറിച്ചൊക്കെ ആദ്യം തന്നെ വീട്ടിൽ പറഞ്ഞിരുന്നു, അറിയാവുന്ന കാര്യമായിരുന്നോ? പറഞ്ഞിരുന്നു. നിങ്ങളും ഇതിനെ പിന്തുണച്ചു ആ സമയത്തൊക്കെ? ഞങ്ങൾക്ക് അങ്ങനെ മക്കളുടെ ഇഷ്ടത്തിന് അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഇഷ്ടക്കുറവുമില്ല. അവർ ഏത് ജാതിയോ മതമോ ഒന്നും ഞങ്ങൾക്കത് പ്രശ്നമില്ല. മകൻ്റെ ഇഷ്ടത്തിനപ്പുറം ഞങ്ങൾക്കൊന്നുമില്ല. മക്കളെ പഠിപ്പിക്കുക, നല്ല രീതിയിൽ പഠിപ്പിക്കുക, നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഇവളുമായിട്ടൊരു ബന്ധം. ഷാരോണിന്റെ ഒരു ആത്മാർത്ഥത ആ ഒരു ഹൃദയത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന് വേണം. അതേ ചെയ്തിട്ടുണ്ട്. അത് അവളും അവളെ അമ്മയും കൂടെ ചേർന്ന് ചെയ്തതാണ്. അവളെ അമ്മയും കൂടെയാണ് ഇവനെ എൻ്റെ മകനെ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അവളുടെ അമ്മയാണ്. ആ സമയത്ത് വന്നത് ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹം വരുന്നുവെന്നും ഷാരോണിനെ ഒഴിവാക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്നുള്ള തരത്തിലൊക്കെയാണ് ഏതെങ്കിലും ഒരു സൂചന അന്ന് ഷാരോണിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രവുമല്ല, ഈ കഷായത്തിൽ ഇങ്ങനെ വിഷം ചേർത്ത് കൊടുത്ത ശേഷം അത് ഷാരോൺ പറയുന്നതിൻ്റെ ഒരു കാലതാമസം ഉണ്ടായതും ചികിത്സയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയോ? അതെ, അങ്ങനെ മകൻ കഷായം കൊടുത്തത് പറഞ്ഞു. അതിനകത്ത് എന്ത് ചേർന്നിട്ടുള്ളത് പിന്നെയാണ് മോൻ പറഞ്ഞത്, എൻ്റെ അടുത്താണ് പറഞ്ഞത്. പപ്പ എനിക്ക് എന്തോ മാരകമായ കഷായത്തിൽ എനിക്ക് മാരകമായ എന്തോ ചേർത്ത് എനിക്ക് എൻ്റെ തന്ന് ഞാൻ മരിച്ചു പോകും. പപ്പ എന്നെ മാപ്പാക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതായത് ഈ ചതി വൈകി ആ സമയത്ത് ഷാരോൺ പഠിക്കുകയായിരുന്നു. അവൻ പഠിക്കുകയായിരുന്നു. അവളെ വിളിച്ചിട്ടും സംസാരിക്കാനൊന്നും ഒന്നുമില്ല. ഈ ഗ്രീഷ്മയുടെ പാരൻസ് എപ്പോഴെങ്കിലും നിങ്ങളോടൊക്കെ ഇതിനു മുമ്പ് സംസാരിക്കുകയോ അങ്ങനെ ഒരു നല്ല സ്നേഹബന്ധത്തിലൊക്കെ ആയിരുന്നോ നേരത്തെ? ഇല്ല, സംസാരിച്ചിട്ടൊന്നുമില്ല. ഷാരോൺ ഒരു ജോലിയൊക്കെ കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയതായിരുന്നല്ലേ? അതെ, ലാസ്റ്റ് ഗ്രേഡായിട്ട് ഇത് സെക്രട്ടറിയേറ്റ് ലാസ്റ്റ് പിയൂൺ ഇതായിട്ട് ലിസ്റ്റിലുണ്ടായിരുന്നതാണ്. അപ്പോഴാണ് പിന്നെ ലാസ്റ്റ് ഇത് ഫൈനൽ പരീക്ഷയായി. പിന്നെ അങ്ങനെ പരീക്ഷ കംപ്ലീറ്റ് ചെയ്തു. മോൻ്റെ ഈ സംഭവം നടക്കാനും 15 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു ജയിച്ചതായിട്ട്. വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു? വളരെ ആക്റ്റീവായിട്ട് മകനും ഞങ്ങളൊക്കെ ഭയങ്കര കൂട്ടാണ്. വളരെ ആക്റ്റീവാണ് അവൻ. ഞങ്ങളെ ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും ഒക്കെ കോമഡി പറഞ്ഞ് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നത് എൻ്റെ പൊന്നുമോനാണ്. എപ്പോഴും ചിരിയും കളിയും തന്നെ. ഈ വീടിപ്പം 2 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വേദന വളരെ മാനസിക വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരും അച്ഛനും അമ്മയും മക്കളുടെ അടുത്ത് സ്നേഹം തന്നെ ഇല്ലെന്ന് ഞങ്ങൾ പറയില്ല. പക്ഷെ അതുപോലെ അല്ല, ഞങ്ങള് ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നു. സമാധാനമായിട്ടിരിക്കുക. അതായിരുന്നാലും അങ്ങനെ കോടതി കണ്ടെത്തുന്നതനുസരിച്ചുള്ള ഒരു കൃത്യമായ വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് കേരളം പൊതുസമൂഹം മുഴുവൻ വിശ്വസിക്കുന്നത്. സമാധാനമായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അത്രയും സ്നേഹിച്ച് നിങ്ങൾ അത്രയും വളർത്തിക്കൊണ്ടുവന്ന ഒരു മകനെ നഷ്ടമാകുന്നതിൻ്റെ ഒരു നൊമ്പരം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മളുമെല്ലാം ഓരോ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഒരാളിനെ ആത്മാർത്ഥമായി വിശ്വസിച്ച ശേഷം അങ്ങനെ ഒരു ചതി പറ്റിയാൽ അതൊരു പക്ഷേ സത്യസന്ധനുമായിരുന്നു. എല്ലാവർക്കും അവൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ, ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. ആൾക്കാർ കേസിൽ നാളെ വിധി വരാനിരിക്കെയാണ് മാതാപിതാക്കളുടെ പ്രതികരണം.